കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് 1 മാസം തികയുന്ന ദിവസമായിരുന്നു ഇന്ന്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലെ ബിക്കാനീറിൽ അതിഗംഭീരമായ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പാകിസ്ഥാനിലൂടെ നൽകുന്നത് ശക്തമായ മുന്നറിയിപ്പാണ്. പ്രധാനമന്ത്രി പറഞ്ഞത്, കഴിഞ്ഞ മാസം 22-ാം തീയതി അവർ പഹൽഗാം ആക്രമിച്ച് നമ്മുടെ സഹോദരങ്ങളെ വധിച്ചു. വെറും 22 മിനിറ്റ് കൊണ്ട് നമ്മൾ തിരികെ അവരുടെ പ്രധാനപ്പെട്ട വ്യോമസേന താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും തീവ്രവാദി കേന്ദ്രങ്ങളും എല്ലാം തന്നെ ആക്രമിച്ച് തകർത്തു എന്നാണ് നരേന്ദ്രമോദി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ നടത്തിയ എല്ലാ വ്യാജ പ്രചരണങ്ങളും നുണയാണ് എന്ന് അദ്ദേഹം ഓരോ ചടങ്ങുകളിൽ ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദംപൂരിലെ നമ്മുടെ വ്യോമസേന താവളം തകർത്തു തള്ളി അവിടെ റൺവേ ഇനി ഇല്ല എന്നൊക്കെയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ അതേ സ്ഥലത്തെത്തി നരേന്ദ്രമോദി വ്യോമസേനയിലെ ധീരരായ സൈനികരെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി പ്രസംഗത്തിനിടയിൽ നമ്മളെല്ലാവരും ആ വിമാനത്താവളത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. അവിടെയെങ്ങും ഒരു കല്ല് പോലും ഇളകിയിട്ടില്ല എന്ന് അന്നെല്ലാവർക്കും മനസ്സിലായി. അതുപോലെ തന്നെയാണ് ബിക്കാനീറിലും അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി മുൻപെന്നത്തെക്കാളും ശക്തമായ തോതിലുള്ള വാക്കുകളാണ് ഇന്ന് അവിടെ പ്രയോഗിച്ചത്. അദ്ദേഹം പറഞ്ഞത്, പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട വ്യോമസേന താവളങ്ങളൊക്കെ ഇപ്പോൾ ICUവിൽ കിടക്കുകയാണ് എന്നാണ്. അവരുടെ പ്രധാനപ്പെട്ട 9 വ്യോമസേന താവളങ്ങൾ ഇന്ത്യക്ക് തകർക്കാൻ കഴിഞ്ഞു. അവരുടെ തീവ്രവാദി ക്യാമ്പുകൾ നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞു. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മാച്ചവർക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയായിരുന്നു ബിക്കാനീർ. സിന്ദൂരം വെടിമരുന്നായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകത്തിന്റെയും രാജ്യത്തിന്റെയും ശത്രുക്കൾ കണ്ടു. രക്തമല്ല എൻ്റെ ഞരമ്പുകൾ തിളയ്ക്കുന്നത് സിന്ദൂരമാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാക് തീവ്രവാദികൾ കാട്ടിയ ക്രൂരതയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകിയതെന്ന കാര്യം അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിച്ചു.